Hi everyone, welcome to the Lady and YouTube channel. ഞാൻ ഏട്ടൻ്റെ കൂടെ വർക്കിന് വന്നതാണ് കുമരകം. അപ്പം ഇതാ രാവിലെ 3:30 ആയിട്ടുള്ളൂ. നമ്മളിതാ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വർക്കുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാത്രിയാണ് ഇവിടെ എത്തിയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പം ലൈറ്റൊക്കെ വരും. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബ്രൈറ്റ് മൂൺ. ഓക്കെ, ബൈ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഒരു 10-15 മാക്സിമം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു റിസോർട്ടിലായിരുന്നു ബ്രൈഡ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് പോയി. എൻ്റെ മനസ്സിൽ കുമരകം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എവിടെയോ ആണെന്നായിരുന്നു. കേരളത്തിലാണെന്ന് എനിക്ക് അറിയലുണ്ടായിരുന്നില്ല. ഏട്ടനാ പിന്നെ പറഞ്ഞത് കേരളത്തിലാണ്, ആലപ്പുഴയാണ് എന്നൊക്കെ. സോറി, ആലപ്പുഴയല്ല, കോട്ടയം. എറണാകുളത്തു നിന്നൊരു 1.5 hours ഉള്ളൂ കേട്ടോ കോട്ടയത്തേക്ക്, കുമരകത്തേക്ക്. നമ്മൾ തലേ ദിവസം വീട്ടിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. പെട്ടെന്ന് തന്നെ എത്തി. അത്ര ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. വേഗം റൂമിൽ പോയി കിടന്നുറങ്ങി. രാവിലെ ഒരു 3 ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റു. ഞാൻ 3 ആകുമ്പോൾ എഴുന്നേറ്റു. പിന്നെ ഏട്ടൻ 3:15 ആകുമ്പോൾ എഴുന്നേറ്റു. ഷായ് ഒരു 3:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഇറങ്ങി. ഒരു 3:45 ഒക്കെ ആകുമ്പോഴേക്കും ഇറങ്ങി. ഏട്ടന് ബ്രൈഡിനെ ഒരു 7 ആകുമ്പോഴേക്കും റെഡി ആക്കണമായിരുന്നു. അതാ നമ്മൾ അത്രയും നേരത്തെ പോയത്. ഞാൻ അങ്ങനെ ഏട്ടൻ്റെ കൂടെ വർക്കിന് പോവാറില്ല കേട്ടോ. ആ ഒരു 3-4 പ്രാവശ്യമൊക്കെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാവും. അത് ഏട്ടൻ്റെ അസിസ്റ്റൻസ് ഇല്ലാത്ത സമയത്ത്. അഫ്സൽ ഉണ്ടായിരുന്നില്ല, അവന് വേറെ വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കൂടെ പോയത് വെച്ചാൽ അഫ്സൽ നോർമലി ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കും, കേൾ ചെയ്ത് കൊടുക്കും, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എനിക്ക് ആക്ച്വലി അതുപോലും അറിയില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ഏട്ടൻ്റെ ബാഗൊക്കെ എടുത്തു കൊടുക്കും, ഏട്ടൻ്റെ ബോക്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. നമ്മൾ റിസോർട്ടിലെത്തി. അവിടെ റിസപ്ഷനിലൊക്കെ സംസാരിച്ചു. അവിടെ ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ കല്യാണത്തിൻ്റെ ഒറിജിനൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഡെക്കോറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ബ്രൈഡിൻ്റെ റൂമിലേക്ക് പോയി. നല്ല രസമായിരുന്നു. ഒരു തറവാട് സെറ്റപ്പ് ഒക്കെ ഇല്ലേ, അങ്ങനെയായിരുന്നു മൊത്തം. റൂംസും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഏട്ടൻ്റെ ഇന്നത്തെ ബ്രൈഡ് തമിഴ് ബ്രൈഡായിരുന്നു കേട്ടോ. ഒരു സുന്ദരി ബ്രൈഡായിരുന്നു. റൂമിലെത്തി ആദ്യം തന്നെ ലൈറ്റ് അങ്ങ് സെറ്റ് ചെയ്തപ്പം കറണ്ട് മൊത്തം അങ്ങ് അടിച്ചുപോയി. പിന്നെ അവിടുത്തെ ആൾക്കാർ വന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. പക്ഷെ ഏട്ടൻ്റെ ലൈറ്റ് അടിച്ചുപോയി. ഞാൻ ചുമ്മാ കേർട്ടൻ മാറ്റി നോക്കിയപ്പം ഭയങ്കര അടിപൊളി മൂൺ, സ്നോ മൂൺ അങ്ങനെ എന്തോ ആണ് പറയാ അതിന്. സ്പൂണില്ല അലക്സ, വേറെ സ്പൂൺ. കലക്കാൻ സ്പൂണില്ല ഗൈസ്. ഇപ്പം മറ്റേ കൈയൊക്കെ വെച്ചിട്ട് ഞാൻ കലക്കൻ്റെ എടുത്തോളൂ. കൊച്ചി രാജാവ് രാത്രി കോഫി. പിന്നെ കുഴപ്പമില്ല, നമുക്ക് 3 ആക്കുക. അവർക്ക് ഷുഗർ വേണ്ട. കണ്ടിട്ട് നല്ല കോഫിയാന്ന് തോന്നുന്നു. ഫിൽറ്റർ കോഫി. ഞാൻ ഏട്ടനോട് പറയും എനിക്ക് ആശയം, ഞാനൊന്നും ചെയ്തില്ല. മറ്റേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്നെ കൊണ്ട് മറ്റേ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യിക്കും, ക്രിമ്പ് ചെയ്യിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ ഏട്ടൻ നിർത്തി. ഏട്ടന് മനസ്സിലായി. എനിക്ക് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ചുമ്മാ പുറത്തേക്ക് പോയി ആ വീഡിയോസൊക്കെ എടുത്തു. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കാണാനും. കിളികളെ സൗണ്ടും ഭയങ്കര രസമായിരുന്നു. അപ്പം അതൊക്കെ പോയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് വെച്ചു. ഈ റിസോർട്ടിൽ തന്നെയായിരുന്നു അവർക്ക് കുറച്ച് ദിവസമായിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ഉണ്ടായിരുന്നത്. സംഗീതവും മെഹന്തിയും അങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസും. ഇത് അവരുടെ ലാസ്റ്റ് ഫങ്ഷനാണെന്ന് തോന്നുന്നു, കല്യാണം ഇവിടെ വെച്ചിട്ട്. ഞാൻ പോയി വീഡിയോ എടുക്കുന്ന സമയത്ത് ഏട്ടൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര ഹറിബറി ആയിട്ടല്ല, ഭയങ്കര പീസ്ഫുൾ ആയിട്ടായിരുന്നു വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 7 ഒക്കെ ആകുമ്പോഴേക്കും വർക്കൊക്കെ തീർത്ത് നമുക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. പക്ഷെ നമ്മളൊരു ഫോട്ടോഷൂട്ടിനും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് കുറച്ച് സമയം കൂടി അവിടെ നിന്നു. അവരെ ഷൂട്ടൊക്കെ നോക്കി ഇരുന്നു. എന്നെ കൊണ്ട് ഏട്ടന് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നും ഇല്ലെങ്കിലും ഞാൻ പിന്നെ വിളിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പും ചെയ്തു കൊടുക്കാം. പിന്നെ ഞാൻ കുമരകം കണ്ടിട്ടുമില്ലല്ലോ. നമുക്ക് യാത്ര ചെയ്യാൻ കിട്ടുന്ന എന്താ പറയുക, നമുക്ക് ഫ്രീ ആണെങ്കിൽ വേറെ പരിപാടി ഒന്നും ഇല്ലെങ്കിൽ കിട്ടുന്ന ചാൻസ് ഒക്കെ എപ്പോഴും എടുക്കുകയായിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചിലപ്പം പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും, അല്ലാതെ നമുക്ക് ഇങ്ങനെയും പോവാം. അങ്ങനത്തെ സ്ഥലങ്ങളും കാണാം.
എന്തായാലും എനിക്ക് വേർത്തായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഞാൻ ആലോചിക്കുന്നു, ഏർലി മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനും. പിന്നെ നമ്മൾ കിളികളെ സൗണ്ടും അതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഒരു പോസിറ്റീവ് ഫീലാണ്. ഞാൻ അവിടെ നിന്നിട്ട് ചുമ്മാ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത്, നല്ല ലൈറ്റും ആയിരുന്നു. സൺറൈസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്ന ഒരു സമയമില്ല, നല്ലൊരു ഗോൾഡൻ ലൈറ്റൊക്കെ ആയിരുന്നു. പിന്നെ വെള്ളവും അതുപോലെ ഗ്രീൻ കുറേ ചെടികളും മരങ്ങളും അതൊക്കെ എൻജോയ് ചെയ്ത് കുറച്ചു നേരം അവിടെ തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. പക്ഷെ രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ഏകദേശം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടില്ലേ അവിടെ പോയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ഇവിടെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഈ ബ്രൈഡ്സിന്റെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു. അപ്പൊ നമ്മൾ വെച്ച് തിരിച്ച് ആ റിസോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സമാധാനമായിട്ട് കഴിക്കാം. നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൽ നമുക്ക് 12 വരെ ഉണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചു പോവാന്ന് ഇങ്ങനെ വിചാരിച്ചു. കുറച്ചു നേരം കൂടി ഇവരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവര് കുറെ ഈ കല്യാണത്തിൽ ഇവർ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ബോട്ടിലൊക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹൗസ് ബോട്ടിലൊക്കെ പോയിട്ട് ഹൗസ് ബോട്ടിൽ നിന്നാണ് തോന്നുന്നു ഇവർ കല്യാണം കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു സമയം വരെ അവരതിലേക്ക് കയറി പോകുന്ന സമയം വരെ നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അതെല്ലാം ഇങ്ങനെ കണ്ടിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ സൺകിസ്റ്റ്. മോർണിംഗ് സൺലൈറ്റ്. അതെ, സൺറൈസ് സൺലൈറ്റ് എന്നെ കാണാൻ നല്ല ഉണ്ടല്ലേ. ഇത് ഞാൻ ഷായിനെ കൊണ്ട് ചുമ്മാ വീഡിയോ എടുപ്പിച്ചാട്ടോ. അവിടെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ആ ബ്രിഡ്ജിൽ കൂടെ വേറെ ആൾക്കാർ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി, നല്ല രസമുള്ള ഒരു ഫ്രെയിമായിട്ട് തോന്നി. എവിടെ പോയി അറിയാം, അതിന്റെ മുകളിൽ പോയടാ, ആ മരത്തിൽ പോയി കേറിയെന്നറിയില്ല, ബാക്കിലേക്ക് പോയി ജസ്റ്റ് കയറിയിട്ട്. എന്താ നായക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ അങ്ങനെയൊന്നും വിളിച്ചാ വരുവോ? അതാ ഇവിടെ തന്നെ ഉണ്ട്. പോയി മുകളിൽ പോയടാ. കേറാണോ? മുകളിൽ കേറാണോ? ഏട്ടന്റെ ഇന്നത്തെ ബ്രൈഡിനെ കാണാൻ സിനിമയിലൊക്കെ ഉള്ള ഒരു പെണ്ണിനെ പോലെ ഉണ്ടായിരുന്നു. തമിഴ് മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വേദിക എന്ന് പറഞ്ഞിട്ടൊരു നടിയില്ലേ, അവളെ പോലെ ഉണ്ടായിരുന്നു കാണാൻ. ഇവിടെയായിരുന്നു ഓർമ്മേന്റെ വീട്. ആരാ ഓർമ്മ? ഓർമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ സുധീൻ്റെ. ഞാൻ സുധീർക്ക് നമ്മൾ ഇന്നലെ വന്നിട്ട് സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞ റിസോർട്ടില്ലേ, അതാണിത്. ലേറ്റ് സോങ് എന്നാണ് റിസോർട്ടിന്റെ പേര്. കയ്യടോ അത്. ഹീറോ എൻട്രി. ഈ കാലിന് എത്ര ആഴം കാണും? ഈ റിസോർട്ടിന്റെ പേരെന്താ അറിയോ? ലേക്ക് സോങ് അല്ലേ? യെസ്. ഞാനും ഏട്ടനും ഇപ്പൊ ചോദിച്ചതാ. അപ്പം ഏട്ടൻ പറഞ്ഞു ലേറ്റ് സോൾ എന്ന്. അപ്പൊ ലേറ്റ് സോങ്. ഈ നമ്മള് ജസ്റ്റ് ഒന്ന് റൂമിൽ പോയി, ഞാൻ റൂം കാണിക്കാം കേട്ടോ. റൂമിൽ പോയിട്ട് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഈ റൂമിന്റെ ബാക്ക്, എനിക്ക് ഇവിടെ ഫുൾ ഗ്രീനാ, ഫുൾ ചെടികൾ. ഞാൻ കാണിച്ചുതരാം, ബാക്ക് ക്യാമ്പിൽ കാണിച്ചുതരാം. കണ്ടോ, ഇന്നലെ വരുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിന്റെ
എന്താ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത? ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നമ്മൾ യൂസ് ചെയ്തോണ്ട് ഇച്ചിരി മെസ്സിയാണ്, ബട്ട് സ്റ്റിൽ പ്രിറ്റി. ഇതായിരുന്നു എൻട്രൻസ്, മെയിൻ ഡോർ. ഇത് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസും ഉണ്ട്. ഇനി വാഷ്റൂം കാണിക്കാം. എടോ കഴിക്കാൻ പോവാ, കിടക്കല്ല നിങ്ങള്. ഓക്കേ, വാഷ്റൂം. ചൈന വിളിക്കുന്നു. We are going to have breakfast. I'm excited. Milka. ഇങ്ങനത്തെ കല്ല് അത് ഉറങ്ങിയില്ല, എണീറ്റില്ല. എണീറ്റാണോ ഉറങ്ങാത്താണോ? പിന്നെ തിരിച്ച് മെസ്സേജ് അയച്ചപ്പോൾ റെസ്പോണ്ട് ചെയ്തില്ല, പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലേറ്റ് ആയിട്ടൊക്കെ ഉറങ്ങി. എങ്ങനെ തുടങ്ങാമോ? അത് മതിയോ? അത് മതിയോ? ഗുഡ് മോർണിംഗ്. അതെ, ഒരു ടീം അവർക്ക് അവരെന്താണ് ഈ എ എന്തോ ടീമാണ് അവർ. മാള് ഉറങ്ങിയിരിക്കുന്നത് എന്തേ? ഓക്കെ, അപ്പൊ അവർക്കൊരു എന്തെങ്കിലെന്തോ ചെയ്യണം. അവർക്കിങ്ങനെ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരാളെ വേണം. അപ്പൊ ഞാൻ മാളിന്റെ പ്രത്യേക അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മെലോഞ്ചിവിറ്റി എന്തെങ്കിലും അതിലത്തെ വീഡിയോസ് ഞാൻ അയച്ചു. മിക്കവാറും നാളെ അയച്ചു. ഓക്കെ, ശരി ശരി. കേരള ഓയിൽ ട്രീറ്റ്മെന്റ് ഭയങ്കര പിന്നെ പഴയ സിനിമയിലുള്ള പെണ്ണുങ്ങളാണെങ്കിലും ആർക്കാണ് കുമ്പ ചാടിയിട്ടൊക്കെ ഉള്ളത്. ഇത്ര കഴിക്കുമ്പോ തന്നെ വയറ് നിറഞ്ഞല്ലേ? എനിക്ക് വേണ്ട വേറൊന്നും. എന്താണ് ആൾക്കാർക്ക് നല്ല പണി എടുക്കായിരുന്നു. അത് വേറെ കാര്യം. നേരത്തെ ഉറങ്ങി നേരത്തെ നീക്കായിരുന്നു. നൈറ്റ് ഫുഡ് ഇല്ലേ, വൈകുന്നേരം ഒരു 6-7 മണിക്ക് കഴിച്ചിട്ട് 9 മണിയാകുമ്പോൾ ഉറങ്ങുന്നതാണ്.
അങ്ങനെ ഉറങ്ങിയാൽ രാവിലെ കറക്റ്റ് 4 മണി 5 മണി എണീക്കും. ഇതിന് മൂന്നും നമ്മുടെ ലൈഫിൽ നിന്ന് ഭയങ്കര കണക്ഷനാണ്. മനുഷ്യനെ ലൈറ്റ്സ് കൊണ്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ തിയറി ഉണ്ടല്ലോ, അപ്പോഴത്തെ ആൾക്കാർക്ക് തിയറിയാണ്. അപ്പോൾ കഴിക്കുന്നുള്ളൊരു നല്ല കാര്യം, നമ്മുടെ ഡയറ്റ് കറക്റ്റ് ആക്കുന്നുണ്ട് കാര്യം. അതായത് ആൾക്കാരല്ലേ ഇപ്പൊ എണീറ്റല്ല എപ്പം കിടന്നാലും ഇത്ര മണിക്കൂർ ഉറങ്ങിയാൽ മതി. ഞാനല്ല അങ്ങനെ സിസ്റ്റം ഉണ്ടാക്കി എന്തിനാ രാത്രി ഉറങ്ങാനും രാവിലെ 2 മണിക്കൂർ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ രാത്രി ആണെങ്കിൽ നമ്മൾ 2 മണിക്കൂർ കഴിച്ച് ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. 2 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങിയാൽ അങ്ങനെ ഇപ്പം ഉച്ചയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉറങ്ങിയാൽ മതി. വൈകുന്നേരം എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉറങ്ങി അടുത്ത 2 മണിക്കൂർ ലഞ്ച് ഒക്കെ ആയിട്ട് ഇതിപ്പോൾ തിയറി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പ്രൂവ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രീതി ഫോം ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടി തന്നെയാണ്. ഞാൻ നോർമലി ചോദിക്കരുത്, ഈ രാവിലെ ഉണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ലഞ്ച് രാവിലെ എണീറ്റ് കഴിച്ചോളൂ, അത് ശരിയാവില്ല. ഉറങ്ങി എണീറ്റോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇത് കാണിക്കുക റൈസ് മീനാ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. റൈസ് കപ്സ് തോരൻ മറ്റൊരു സാധനങ്ങൾ ഫൈബർ എല്ലാം ആക്ച്വലി ഉണ്ട്. ഫിഷോ ചിക്കൻ പോട്ടെ, ചിക്കനൊക്കെ ഇപ്പോൾ കടന്നു പോകുന്ന സാധനങ്ങളാണ് നമ്മുടെ ഡെയിലി ലൈഫിലോട്ട്. ഫിഷാണ് നമ്മൾ എല്ലാ വീട്ടിലും മോസ്റ്റ് ഓഫ് ആൾക്കാർ വീട്ടിൽ മീൻ വാങ്ങിക്കുന്നത്. അത് പ്രോട്ടീൻ വേണം, എല്ലാം ഉണ്ടായില്ലേ. പിന്നെ അതേപോലെ തന്നെ വേൾഡ് ഏറ്റവും കിടലും മീൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സാമൻ പറഞ്ഞ മീനാണ് പുളി എന്ന് പറയാം. ഏറ്റവും പ്രോട്ടീനുള്ള മീൻ എന്നൊക്കെ പറയാം. സാമൺ എന്നാണ് നമ്മൾ എഴുതുക. സാമൺ പറയും. മത്തിയല്ല, മത്തി മാക്രൈൻ അല്ല, അതിലാണ് മാക്രൈൻ. മത്തിന് പേര് മനസ്സിലായി. മത്തിയാണ് വേൾഡിലേറ്റവും പ്രോട്ടീൻ കുറെ ആൾക്കാരുണ്ട്. പാല് നന്നായിട്ട് കുറെ കാൽഷ്യം പാല് പ്രൊഡ്യൂസ് ചെയ്യും. അമ്മമാർക്ക് പാല് പ്രൊഡ്യൂസ് ചെയ്യും. പാല് കുറവുള്ളതൊക്കെ മത്തി കഴിക്കാൻ പറയും. പക്ഷെ അതിനെ പ്രൊമോട്ട് ചെയ്യില്ല ആൾക്കാർ. വെയിലത്തേക്ക് വാ, വാമ്പയർ കത്തട്ടെ. പാമ്പോ? പാമ്പല്ല, കണ്ട് അല്ല ഇതും കിട്ടി അതും കിട്ടി. ഇപ്പം തുടങ്ങി. എവിടെയായിരുന്നു സൺലൈറ്റ് ഉണ്ടായിരുന്നത്? എനിക്ക് തോന്നുന്നു ആ സാധനമാണ്. എന്തെന്ന് പറയാ, നീർനായോ? എനിക്ക് അറിയില്ല. ഞാൻ എല്ലാം ഇടും. എന്റെ മുഖം അഴിച്ച് മുഖം മൂടി ഞാൻ അഴിച്ചെടുക്കും. പോടാ, പാമ്പ്. അത് എപ്പോഴും പോകുന്നുണ്ട്. ഇത് പാമ്പാണോന്നാ? പിടിക്കൂലേ? ചെമ്മീനുണ്ടെന്ന്. ചെമ്മീൻ ഇവിടെ ചെമ്മീൻ ഉണ്ടോ? ഏകദേശം പൊങ്ങി. ഇപ്പൊ തല പൊക്കിയില്ലല്ലോ ഇതുവരെ. തല മാത്രല്ല, ഉടലും പൊങ്ങി. നീർക്കൂലിയാണോ? ഈ നീർക്കോഴി, നീർക്കാലിയ, കോലി, നീർക്കിലി. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുമരകം എന്നൊക്കെ പറയുമ്പം അങ്ങനെ കുമരകം കാണാൻ വന്നോന്നല്ല, ഏട്ടൻ്റെ കൂടെ വർക്കിന് വന്നതുകൊണ്ട് ഞാൻ കണ്ടതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും അതൊക്കെ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടതും കേട്ടതും എല്ലാം പകർത്തിയിട്ടുണ്ട്. അങ്ങനെ നിലപ്പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഗൈസ്, വൈൻഡപ്പ് സെക്ഷൻ. Okay, bye guys. Bye. Please do and then subscribe, like, comment, share. Yeah, whatever. Okay, bye.